ഇന്ന് മെയ് 4-ാം തീയതി. മൊറോക്കോയിൽ ഞങ്ങൾ വന്നിട്ട് ഇപ്പം 90 ദിവസം ആകുന്നു. നാളെ കഴിഞ്ഞ് മറ്റന്നാളെ. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. ഇന്ന് നമുക്ക് രാത്രി മെയ് 4-ാം തീയതി രാത്രി, അതായത് മെയ് 5-ാം തീയതി വെളുപ്പിന് 2 മണിക്കാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റ്. അപ്പോൾ കഴിഞ്ഞ 85ഓളം വരുന്ന ദിവസം, 82 ദിവസം അല്ലേ? 82 ദിവസം ഞങ്ങൾ താമസിച്ച ഈ വീട്, നമ്മുടെ സുനീർബായുടെ അപ്പാർട്ട്മെന്റ്, അതിനോട് വിട പറഞ്ഞ് നമ്മൾ പോവാണ്. അതിന് മുമ്പ് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമുക്ക് എല്ലാവരോടും പോയി വിട പറയണം, യാത്ര പറയണം. ഇന്നലെ നമുക്ക് ഇവിടെ മുബീനയുടെ വീട്ടില്, റിസ്വാന്റെ മുബീനയുടെ വീട്ടില് അവർ ഞങ്ങൾക്കൊരു വിരുന്ന് തന്നിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. ഇന്നലെയും വിരുന്ന് തന്നിരുന്നു. അതെ, സ്ഥിരം വിരുന്നാണ്. ഇന്നലെ ഞങ്ങൾ അവിടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കനും മട്ടണും ഒക്കെ ആയിട്ട് ഒരു വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം നമ്മൾ അവിടെ നിന്ന് കഴിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ 85 ദിവസം ഞങ്ങൾ താമസിച്ച വീട് ഒന്നും കൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നതിന് മുൻപായിട്ട്, എനിക്ക് 85 ദിവസം നമ്മുടെ സ്ഥലത്ത് താമസിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിഭയങ്കരമായ വൈകാരികമായ അറ്റാച്ച്മെന്റ് വരേണ്ടതാണ്. പക്ഷെ ഇവിടെ അകപ്പെട്ട അവസ്ഥ അതായിരുന്നോണ്ട് എന്താണേലും ഇന്നിപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, അതായിരിക്കും എന്നൊക്കെ ആണെങ്കിലും എന്തൊക്കെയോ ഒരു അനിശ്ചിതത്വം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്ന കാരണം അത്ര ഒരു സന്തോഷം തോന്നുന്നില്ല. ചിലപ്പോൾ ഇവിടെ ഇവരെയൊക്കെ മിസ് ചെയ്യുന്നുള്ളതുകൊണ്ടാണോ അതോ എന്താണെന്നറിയില്ല. മൊത്തത്തിലൊരു ആകപ്പാട് ഒരു അനിശ്ചിതത്വം മനസ്സിലുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് കഴിഞ്ഞ 85 ദിവസങ്ങൾ, 84 ദിവസവും ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് ഈ സോഫയിലാണ്. പിന്നെ ഇവിടെയാണ് നമ്മളിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. രാത്രി ഇവിടെ കിടന്നുറങ്ങും, ഇവിടെ എണീറ്റിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യും, ലാപ്ടോപ്പും പരിപാടികളൊക്കെ വിട്ടിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യും. ബൈച്ചേട്ടൻ ഒരു 1-2 ദിവസം കണ്ട് ഇവിടെ കിടന്നു തോന്നുന്നു. 2 ദിവസം കിടന്നുള്ളൂ. അതിനുശേഷം ഞാൻ അകത്ത് ബെഡ്റൂമിലേക്ക് മാറി. കാരണം രണ്ടുപേരും മത്സരിച്ച് കൂക്കം വലിച്ച് നാട്ടുകാരെ പേടിപ്പിക്കണല്ലോ, ഞാൻ അകത്തേക്ക് പോയി. അതെ, പിന്നെ ഞാൻ അകത്തായിരുന്നു. അതെ, നമ്മൾ പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗെല്ലാം പാക്ക് ചെയ്തിരിക്കുന്ന ഒരു ജീൻസ് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്വാറന്റൈൻ സമയത്ത് നമുക്ക് ഒന്നും അലക്കേണ്ടി വരില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കിനും നമുക്ക് നല്ല തണുപ്പായിരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ ഫാനൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഫാൻ ഇല്ലാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ എല്ലാ കാലാവസ്ഥകളും നമ്മൾ കണ്ടു അല്ലേ? ചെറിയ മഴക്കാറുണ്ട്, അങ്ങനെയാണ് ഒരു മഴ കൂടെ കണ്ടിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെ, പിന്നെ നമ്മൾ ഇവിടെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി. നമ്മൾ അടുക്കളയൊക്കെ നമ്മൾ ഇത്രയും നാള് പെരുമാറിക്കൊണ്ടിരുന്ന അടുക്കള, ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് സാധനങ്ങളെല്ലാം കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സുനീർബായുടെ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം കൊണ്ട് കളയണം. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ, പാത്രങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപടി ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുക്കളയിൽ പെരുമാറിക്കൊണ്ടിരുന്ന കുറച്ച് തുണികളൊക്കെ ഇപ്പം നനച്ച് ഉണക്കി വെച്ചിരിക്കുന്നു. ഇതിനകത്തൊക്കെ നിറച്ച് സാധനങ്ങളായിരുന്നു. അതൊക്കെ നമ്മൾ എല്ലാം റെഡിയാക്കി. ഫ്രിഡ്ജും നമ്മൾ കാലിയാക്കി അല്ലേ? ഫ്രിഡ്ജും നമ്മൾ കാലിയാക്കി. ഇച്ചിരി ഫാൻ്റെ ഇരിപ്പുണ്ട്, അത് ഒരു പ്രശ്നം. അത് നമുക്ക് വൈകിട്ട് കാപ്പി ഉണ്ടാക്കി കുടിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഇത്രയും ദിവസം ബൈജു ചേട്ടൻ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ബെഡ്റൂമാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ശരിക്കും ഈ വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് എപ്പോഴെങ്കിലും, ഭാവിയിൽ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഇതൊരു മെമ്മറീസ് ആക്കി സൂക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എന്റെ ശബ്ദം ഇടറി പോകുന്നു. അത്രയ്ക്ക് വിഷമമൊക്കെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ബൈച്ചേട്ടൻ്റെ സാധനങ്ങളൊക്കെ, ഇത് പെട്ടിയാണ്. പെട്ടിയൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ബെഡ്ഷീറ്റ് ആയിരുന്നു, അലക്കി ഇട്ടിരിക്കുന്നു. നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ടിട്ട് വേണമല്ലോ പോകാനായിട്ട്. വൃത്തിയാക്കിയതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതെ, പിന്നെ ഇത്രയും നാളും നമ്മൾ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച നമ്മുടെ ബാത്റൂം ഇല്ലേ, അതും ഇന്ന് രാവിലെ ഞാൻ വളരെ മനോഹരമായിട്ടൊന്ന് കഴുകിയിട്ടു. എന്തായാലും മൊത്തത്തില് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഈ ഒരു അപ്പാർട്ട്മെന്റ്. ഇനി ബാക്കി സുനീർബായി ചെയ്യിച്ചോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒന്ന് പുറത്തോട്ട് പോകണം. പുറത്തോട്ട് പോയിട്ട് സുനീർബായുടെ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഈ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യണം. പിന്നെ കുറെ കാര്യങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കാനുണ്ട്, ടിക്കറ്റുകളും. നമുക്ക് ക്യാരി ഫോറിലൊന്ന് പോകണം. നമ്മുടെ സുനീറിന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് നമുക്ക് വാങ്ങിച്ചു കൊടുക്കണമല്ലോ. ഗ്ലൗസ് വാങ്ങണം, കുറച്ച് മാസ്ക് വാങ്ങണം, അങ്ങനെയുള്ള പരിപാടിയൊക്കെ പോകാം. ഞങ്ങളിപ്പോ സുനീർബായുടെ ഡിപ്പോയിലേക്ക് പോവാണ്. ഞാൻ ഇത്ര നേരം ഈ ഷർട്ട് തിരിച്ചായിട്ടിരുന്നത്, റോഡിൽ കൂടെ നടന്നപ്പോഴാണ് ഓർത്തത്. പിന്നെ ഒരു സൈഡിൽ മാറി നിന്നിട്ട് ഷർട്ട് ഊരി തിരിച്ചിട്ട്. ബൈച്ചേട്ടന് ക്യാമറയൊക്കെ തൂക്കിയാണ് നടക്കുന്നത്. ക്യാമറയൊക്കെ എന്തിനാ എടുത്തേക്കുന്നത്? കുറച്ച് പടങ്ങളൊക്കെ എടുക്കാം. ഓ, ബുക്ക് എഴുതാനല്ലേ? ബൈച്ചേട്ടൻ എന്തായാലും ബുക്കൊക്കെ എഴുതും. അപ്പോൾ ആ ബുക്ക്, അതായത് കൊറോണ കാലത്തെ മൊറോക്കൻ യാത്രയെ പറ്റി അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ വീടും സുനീർബായുടെ ഓഫീസും ഐഷ ഉണ്ടാക്കിയതാ. കൊള്ളാലോ. We will miss you, Baiju uncle, and have a safe journey. We will miss you, Sujit uncle, and have a safe journey. We love you. കൊള്ളാലോ, അടിപൊളി. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് കുട്ടികൾ ഉണ്ടാക്കിയ സാധനമാണ് ഇത്. സുനീർബായുടെ വണ്ടി രാവിലെ കഴുകി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ശരിക്കും സുനീർബായും റിസ്വാനും റയാനും
അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. നമ്മുടെ ദുരിതപൂർണമായ ഒരു മൊറോക്കൻ ലൈഫ് നമ്മളെ വളരെയധികം സിമ്പിളാക്കി തന്നത് ഇവരൊക്കെയാണ്. ഇവരോടൊക്കെ നമ്മളെപ്പോഴും കടപ്പെട്ടിരിക്കുന്നത്. ചേട്ടാ പോവാം. ഓക്കെ, വേസ്റ്റ് കംപ്ലീറ്റ് കൊണ്ട് കളയാനുള്ള പരിപാടിയാണ്. വേസ്റ്റ് കളയണം, അതേപോലെ തന്നെ പെട്ടി ഒന്ന് സുനിർബായുടെ ഓഫീസിൽ കൊണ്ട് തൂക്കി നോക്കണം. കാരണം ഡൊമസ്റ്റിക്കിൽ കയറി പോകുമ്പോഴത്തേക്കിനും വെയിറ്റ് കൂടുതലാണെങ്കിൽ നേരത്തെ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇതൊക്കെ നമ്മുടെ വേസ്റ്റുകളാണ്. ഇതൊക്കെ ഇങ്ങനെ കവറിലാക്കി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ഡംപ് ചെയ്താൽ മതി. ഇതിനൊക്കെ വെയിറ്റ് ഉണ്ടല്ലോ, കുറേ സാധനങ്ങളുണ്ടേ, കുറേ ദിവസത്തെ സാധനങ്ങളുണ്ടേ. അങ്ങനെ പെട്ടിയെടുത്ത് വണ്ടിയിൽ വെക്കുന്നു. അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലേ എൻ്റെ പെട്ടിക്ക്? രണ്ടിനും വെയിറ്റ് ഉണ്ട്. നമുക്കിതൊന്ന് തൂക്കി നോക്കണം. എന്നാ കയറിക്കോ ചേട്ടാ. നമ്മള് ഇത്രയും നാള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആ കടകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലുള്ള ഈ ഭാഗത്ത് കാണുന്ന കടകള്, അയ്യോ മെഡിക്കൽ സ്റ്റോർ കണ്ടപ്പോഴാണ് നമുക്ക് മാസ്ക് വാങ്ങണം. പിന്നെ ഈ മുമ്പിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന കടകളാണ്. ഇവിടെയൊക്കെ ഇപ്പൊ എല്ലാം തുറന്നു വന്നു കണ്ടോ. നേരത്തെ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പൊ ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകളും മറ്റുമൊക്കെ ഓപ്പൺ ആയി. പച്ചക്കറികളും അതേപോലെ തന്നെ പലചരക്ക് സാധനങ്ങളും ക്യാരി ഫോറിൽ നിന്ന് കിട്ടാത്ത സാധനങ്ങൾ ഇവിടെ അടുത്തുള്ള ഈ കാണുന്ന കടകളിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾ സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടിരുന്ന കടയാണ്. ഇവിടെ നിന്നൊക്കെ എത്ര തവണ നമ്മൾ സവാളയും തക്കാളിയും വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ വൈചേട്ടാ? അല്ലേ? എത്ര തവണ ഈ കടയിൽ നിന്നൊക്കെ സവാളയും തക്കാളി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ആനിക്കുന്ന പയ്യൻ രാവിലെ ഇവിടെ ഈ കടയിൽ ഒരാൾ വന്നിട്ട് എൻ്റെ സംസാരിച്ചു, കാശ്മീർ എങ്ങനെയുണ്ടോ ചോദിച്ചു. അടിപൊളിയാന്ന് പറഞ്ഞോളേ. ഇതൊക്കെ എൻ്റെ സ്ഥിരം കടയായിരുന്നു ഈ കാണുന്നതൊക്കെ. അപ്പോൾ അത് ഇവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ മുമ്പോട്ട് ഇറങ്ങി ഒരു ശക്കലം പോയിട്ട് ലെഫ്റ്റിൽ കാണുമ്പോഴത്തേക്കിനും സുനിർബായുടെ ഓഫീസായി. അത് നേരെ നമുക്ക് കുറച്ച് ഇൻഡസ്ട്രിയൽ ഏരിയയും അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് കടലൊക്കെ നമുക്ക് കാണാം. നമുക്കിനിപ്പോൾ ക്യാരിഫോറിൽ പോകാം അല്ലേ? നമുക്കിപ്പോൾ ക്യാരിഫോറിൽ പോകാം. ക്യാരിഫോറിൽ പോയിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സും മറ്റൊക്കെ വാങ്ങിക്കണം നമ്മുടെ സുനിർബായുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ച് നമ്മുടെ റിസ്വാന്റെയും മുബീനയുടെയും കുട്ടികൾക്ക് കൊടുത്തായിരുന്നു. ഈ പനകളുള്ള വഴി കൂടെ നമ്മൾ എത്ര തവണ വണ്ടിയിൽ പോയിട്ടുണ്ട് അല്ലേ? വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്. നമ്മുടെ മുബീനയുടെ വീട്ടിൽ പോകുന്ന വഴിയാണ്, അതേപോലെ ക്യാരിഫോറിൽ പോകുന്ന വഴിയാണ് നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന മുഹമ്മദിയ നഗരത്തിൻ്റെ മനോഹരമായിട്ടുള്ള ആ റോഡുകളിൽ കൂടി നമ്മൾ വീണ്ടും ഒരു വട്ടം ഡ്രൈവ് പോവുകയാണ് ക്യാരിഫോറിലേക്ക്. ഇതാണ് ഇവിടുത്തെ മുഹമ്മദിയ എന്ന് പറഞ്ഞ നഗരത്തിലെ പ്രധാനപ്പെട്ട മോസ്ക്. ഇവിടെയൊക്കെ വന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തൊക്കെ വന്നിട്ട്. അങ്ങനെ നമ്മൾ സുനീർബായിയുടെ ചിക്കാൻഡി റെസ്റ്റോറൻറ്റ്, മുഹമ്മദിയയിലുള്ള ചിക്കാൻഡി റെസ്റ്റോറൻറ്റ് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം നമുക്ക് ഇവിടെ നിന്ന് ടേക്ക് അവേ വാങ്ങിച്ചുകൊണ്ട് പോകാം. ചിക്കൻ വാസിതേ ഞങ്ങൾ പോവാട്ടോ. ഇന്ന് ഞങ്ങൾ പോവാണ്. വല്ലാണ്ട് മിസ് ചെയ്യലിപ്പോൾ. അതുകൊണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതല്ലേ. ഞങ്ങൾക്ക് രാത്രി 2 മണിക്കാണ് ഫ്ലൈറ്റ്. എന്താ കഴിക്കാനുള്ളത്? ചിക്കൻ ചിക്കൻ ബിഗ് ബായ്. ബാ നോക്കാം. ബാ ഇത് ഒരുപാട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് സാധനം ഒന്നും വാങ്ങിച്ചില്ലെന്ന് വേണ്ട, കഴിച്ചില്ലെന്ന് വേണ്ട. ഇപ്പം ടേക്ക് അവേ ആണ് എല്ലാവരും. ഇപ്പം ഞാൻ ഇത്രേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് വേണ്ട. അപ്പോൾ എനിക്ക് 4 സ്ട്രിപ്സ്, ഒരു ഫജീത്ത, ഫ്രൈസും ഡ്രിങ്കും വേണ്ട. വേണ്ട. ഫജീത്ത വന്ന് 4 സ്ട്രിപ്സ്. അപ്പോൾ എടുത്ത് വെച്ചോ, ഞാൻ ക്യാരിഫോറിൽ പോയിട്ട് വരാം. ഓക്കെ 15 മിനിറ്റ്. ഓക്കെ ഞങ്ങൾ 15 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇവിടെ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. നമ്മുടെ എന്താ പറയുക, ഇരുന്ന് കഴിക്കുന്ന സമ്പ്രദായം ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മുതലാളിയുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാനുള്ള യോഗവും കിട്ടി. അങ്ങനെ അല്ലേ? ഇതെല്ലായിടത്തും ഉണ്ടല്ലോ പൂച്ച. ഇത് വേറെ പൂച്ചയാണ്, പുതിയ പൂച്ച. നമ്മളിവിടെ ഫസ്റ്റ് ദിവസം വന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ചിക്കൻ കൊണ്ട് തന്നായിരുന്നു അല്ലേ? ഇപ്പൊ സുനിർബായി ഒന്നും വേണ്ട, നമുക്ക് ഫുള്ള് മുഹമ്മദിയ മൊത്തം അവിടെ പോകാൻ ഇവിടെ പോകാൻ എല്ലാത്തിനും നമുക്ക് വഴി അറിയാം. ഒരു പ്രശ്നമില്ല. ഗൂഗിൾ മാപ്പ് പോലും വേണം. ഞങ്ങൾ ഫുള്ള് കാണാപ്പാടം പഠിച്ചിരിക്കുന്നത്. ചെറിയൊരു സ്ഥലമല്ല, എന്താണേലും മൊത്തം നമ്മൾ വഴിയൊക്കെ കാണാപ്പാടം പഠിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് ഈ അപ്പാർട്ട്മെൻറ്റുകൾ കാണാറുണ്ട്. ഫുൾ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഇവിടെ ആണ് ഇവരുടെ ഷോപ്പ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ക്യാരിഫോറിൽ പോകാം. ക്യാരിഫോറിൽ പോയിട്ട് സാധനം വാങ്ങിക്കാം. ഇതൊക്കെ തിരക്കായി കണ്ടോ ഫുള്ള്. നമ്മൾ പോകുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം തിരക്കായി. ബർഗർ കിങ് ഓപ്പൺ ആയി, മാക്ഡൊണാൾഡ്സ് ഓപ്പൺ ആയി, എല്ലാം ഓപ്പൺ ആയി. ബർഗർ കിങ്ങിലൊക്കെ അടിയാണ്. അമ്മാതിരി തിരക്ക്. തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെ നമ്മുടെ ക്യാരിഫോറും വരും. ക്യാരിഫോർ ജർമ്മൻ ആണോ സ്പാനിഷ് ആണോ? ജർമ്മൻ അല്ലേ? ഫ്രഞ്ചാ.
ആ ഓക്കെ ഓക്കെ. ഫ്രഞ്ച് കമ്പനിയാണ് കാരിഫർ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോയി ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം. ഈ ബിഗ് ഷോപ്പറിനകത്ത് നിറച്ച് നമ്മൾ ചോക്ലേറ്റ് വാങ്ങിച്ചു. റാഫേലോ അല്ലേ? റാഫേലോ എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് ആ സംഭവം അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് കഴിഞ്ഞ ദിവസം സുന്ദർഭായി പറയുന്നുണ്ടായിരുന്നു. അത് അതെ, അത് കരുതുന്നു. അവിടെ ഈ സാധനത്തിന് വേണ്ടി അവിടെ വീട്ടിൽ അമ്മയും മക്കളും തമ്മിൽ അടിയാണെന്ന് ഇങ്ങനെ പുള്ളി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഇല്ലേ? നമ്മളൊരു അടിക്കുള്ള എല്ലാ വകുപ്പും ഇന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് നമുക്ക് ആ ചിക്കനും വാങ്ങിച്ചിട്ട് സുന്ദർഭായുടെ ഓഫീസിലേക്ക്. ചിക്കൻ ഡി റെഡിയാണോ? റെഡിയായാ? ഓക്കെ. ഇതിങ്ങനെ സ്പ്രേ അല്ലേ? ഇത് കൊള്ളാലോ. ഇത് അടിപൊളി സാധനമാണല്ലോ. ബാസിദേ, നീ നെയ്ച്ചോറ് ഉണ്ടാക്കി തന്നില്ല. ആ അതാണ്, നെയ്ച്ചോറ് നീ ഉണ്ടാക്കി തന്നില്ല. അപ്പൊ നീ നമുക്ക് നെയ്ച്ചോറിന് വേറെ ഫജീത്തോ അയ്യോടാ, ഞങ്ങൾ അവിടെ കിട്ടൂടാ. KFC ഒക്കെ ഉണ്ട് നമ്മളവിടെ. ഓക്കെ. ഇനിയിപ്പോ ചിക്കൻ വണ്ടി നാട്ടിൽ തുടങ്ങാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ കാണാം. ബൈ. Will miss you. അടുത്ത മാസമല്ല, ഞങ്ങൾ അടുത്ത വർഷം വരും. ഓക്കെ ബ്രോ, കാണാം. See you. ബൈ. ബാസി നമുക്ക് നെയ്ച്ചോറ് തന്നില്ല, പറ്റിച്ചു. അന്ന ദിവസം പറഞ്ഞാണ് നെയ്ച്ചോറ് തരാം. നെയ്ച്ചോറ് നിങ്ങൾക്ക് നാട്ടിലും കിട്ടും, ഇത് നിങ്ങൾക്ക് നാട്ടിൽ കിട്ടും. നമ്മളെ ചിക്കാണ്ട് കിട്ടൂലല്ലോ നാട്ടിൽ. കിട്ടിയില്ല. അതെ അതെ. ഓക്കെ, അപ്പോ താങ്ക് യുടാ. പിള്ളേരാട്ടോ നമ്മളെ ശരിക്കും ഇവിടെ ഒത്തിരി സഹായിച്ച പല പല ആവശ്യങ്ങൾക്കായിട്ട്. വിൽ മിസ് ദം ഡെഫിനറ്റ്ലി. ഞങ്ങൾ മുതലാളിയുടെ വണ്ടി എടുത്ത് മുതലാളിയുടെ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. കഴിച്ചായിരുന്നോ ഉച്ചക്കില്ലല്ലോ? ഇല്ല, ഞാൻ ഇപ്പൊ മുബീനടുത്ത് പോകും. ഞാൻ ബസ് വന്നു. നമ്മൾ രാവിലെ 9 മണിക്ക് എത്തി. മുബീനന്റെ അടുത്ത് പോവല്ലേ? അത് ശരി. നിങ്ങൾ കഴിച്ചില്ലേ? ഇല്ല, നമുക്ക് ഒരുമിച്ച് കുറച്ച് കഴിക്കാം. ഞാൻ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. കഴിച്ചിട്ട് നിങ്ങൾക്ക് വയറ് നിറഞ്ഞില്ലെങ്കിൽ മുബീന്റെ അടുത്ത് പോകാമല്ലോ. ഞാൻ കുറച്ച് ചിപ്സ് ഇതെല്ലാം അടിക്കാം. എന്നിട്ട് ബാക്കി മുബീനടുത്ത് പോയി അടിച്ച്. നിങ്ങൾക്ക് വൈകുന്നേരം ഫുഡ് വേണ്ടല്ലേ? വൈകിട്ട് ഫുഡ് വേണം. പിന്നെ ടേക്ക് അവേ അല്ലേ വേണ്ടുള്ളൂ. അതെന്താ? നമ്മൾ എത്ര മണിക്കാണ് പോകുന്നത്? നമ്മളൊരു ചിലപ്പോൾ വന്നിട്ട് 6:30 മണിക്ക്. 6 മണിക്ക്. എന്താ വെച്ചാൽ നിങ്ങളൊരു ഒരുത്തനല്ലേ, ഒരു മലയാളി ഇല്ലേ? എന്താ ഒരു പേര്? ശ്രീജിത്ത്. ശ്രീജിത്തിനെ പോക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഫജീത്ത. ഇതിനകത്ത് എന്താ ഫില്ലിങ്സ്? ചിക്കൻ്റെ എങ്ങനെ ചെയ്തേക്കണേ? ചിക്കൻ ഇവിടുന്ന് മാരിനേറ്റ് ചെയ്താണ്ടിട്ടില്ലേ? മാരിനേറ്റ് ചിക്കൻ അവിടെ പോകും, അവിടെ പോയിട്ട് ഗ്രില്ല് ചെയ്യും. വേറൊന്നുമില്ല, ജസ്റ്റ് ചിക്കൻ അമ്മ ഗ്രില്ല് പിന്നെ സോസ് നമ്മൾ അബൂബക്കറിന്റെ സോസ് ഉണ്ടല്ലോ, സ്പൈസി അതിടും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സാലഡ്സ് ഉണ്ടാവും. ടൊമാറ്റോ, പിന്നെ ഒരാൾ തച്ചിരുന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. അടിപൊളി. അപ്പോൾ തന്നെ ഇത് നമ്മുടെ സ്ട്രിപ്സ്. നല്ല ടേസ്റ്റിയാണ്. വന്നു ഇതൊന്നും പറ്റില്ല, കട്ടറൊക്കെ ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാ ചിക്കൻ്റെ എല്ലാ വെയിറ്റ് ഒക്കെ നോക്കി പെട്ടിയെല്ലാം വീണ്ടും എടുത്തു വെച്ചു. പ്രിൻ്റ് ഔട്ട് സംഭവങ്ങളൊക്കെ എടുത്തു. അപ്പം ഇനിയിപ്പോൾ നമുക്ക് റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷപ്പ് ആയിട്ട് ശേഷം പോകണം. റിസാൻ ബൈ, സി യു. അപ്പൊ ഇനി നാട്ടിൽ വരുമ്പോൾ കാണണം, വിളിക്കണം, ഞങ്ങളെ വീട്ടിലും വരണം. അപ്പൊ ഇനി നമുക്കിനി മൊറോക്കോയിൽ വരുമ്പോഴൊക്കെ കാണില്ല. പോകുന്നതിന് മുൻപുള്ള സെൽഫി എടുക്കൽ. വൈദ്യുതി കാണുന്നില്ല. ഇതൊന്ന് വിളിച്ച്. അതെ, 3 മാസത്തെ താമസത്തിന് ശേഷം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാണ്. ചാവി ഭദ്രമായിട്ട് ഏൽപ്പിക്കുന്നു. ഓക്കെ, വാടകയൊക്കെ അക്കൗണ്ട് വിട്ടേക്കാം. സോ ഫൈനലി വി ആർ ഗോയിങ് ടു എയർപോർട്ട്. നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. നേരത്തെ ഇറങ്ങിയതാ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? ബൈച്ചേട്ടനൊന്ന് കരഞ്ഞായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരം. പാവം, വിഷമം വന്നു എനിക്ക് എല്ലാവർക്കും. കാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സീനാണിത്. പെട്ടി വലിച്ചോണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു എന്നുള്ള സീൻ. ടാറ്റ. ഈ ജനലിൽ നിന്നൊക്കെ എത്ര പുറത്ത് വായി നോക്കി നിന്നാ അല്ലേ? അത് 20 ഉള്ളൂ. മേലെ ഉണ്ടാ? ഇല്ല, 20 ഉള്ളൂ. അത് 18 ആയിരുന്നത് കുറേ സാധനങ്ങൾ വെച്ച് 20 ആയി. സുഹൃബായി, ഹലോ. ഹലോ, ഹായ്. I can't see you. So we are going. Say bye. They're going to airport. Yeah. Bye. So See we'll definitely come back again. We'll meet you all. Can you hear? I can
We are sending you some chocolates on behalf of both of us. So it's in my car. അശ്വരാ 3 മാസം ഈ സ്ഥലത്ത് തെണ്ടി തിരിഞ്ഞാണെന്ന് നമ്മളല്ലേ ഞങ്ങളെ ബിസിയാക്കി വെച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയാല. ഞങ്ങൾ ഇന്നിപ്പോൾ പറയായിരുന്നു 3 മാസം ഇതിൻ്റെ അകത്ത് ഇരുന്നു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അത്. പക്ഷെ നമ്മളത് ഒട്ടും അറിഞ്ഞില്ല, പെട്ടെന്ന് പോയി സംഭവങ്ങൾ. എങ്കിൽ പോലും ഒരു വെളിയിലിറങ്ങാതെ 3 മാസം ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇരുന്നു, അധികം വെളിയിൽ പോകാതെ അല്ലേ. ഓ, ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഭവമായിരുന്നു. ദൈവം സഹായിച്ച് ഇതുവരെ ഞങ്ങൾ സേഫാണ്. എല്ലാവരും അറിയുന്നത് ഫ്ലൈറ്റ് യാത്രയിലാണ് എല്ലാവർക്കും റിസ്ക് ഉള്ളത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ വേണ്ടത്ര കരുതലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല മാസ്കുകളും സാനിറ്റൈസറുകളും ഗ്ലൗസ് ഉണ്ടോ? നമ്മുടെ ഗ്ലൗസ് ഉണ്ടോ വണ്ടിക്കകത്ത്? ഒന്ന് നോക്കണം. ഇല്ലില്ല, നോക്കണം. ഗ്ലൗസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദൈവം സഹായിച്ച് വളരെ ഭംഗിയോടുകൂടി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഞങ്ങൾ നാട്ടിലെത്തിക്കും എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ഗ്ലൗസും കിട്ടിയിരിക്കുകയാണ്. ഗ്ലൗസും എടുത്തു വെച്ചു. എല്ലാവരോടും വിട പറഞ്ഞു, എല്ലാവരെയും വിളിച്ചു. ഇനിയിപ്പോൾ അടുത്ത 16 മണിക്കൂർ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ഓഫ് നെറ്റ്വർക്ക് ആയിരിക്കുമല്ലോ. സോ ഗുഡ് ബൈ നിസിം എന്ന് പറഞ്ഞ ഈ മൊറോക്കൻ മുഹമ്മദിയയിലുള്ള ഈ സ്ഥലത്താണ് നമ്മൾ താമസിച്ചത് കഴിഞ്ഞ 3 മാസം. അതിനോട് ഗുഡ് ബൈ പറയുന്നു, പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പരിപാടി? നമ്മൾ ആ ശ്രീജിത്തിനെ പിക്ക് ചെയ്യണ്ടേ? അതെവിടെ? കസാബ്ലാങ്ക അല്ല, കസാബ്ലാങ്ക സീതി മൊറോക്കോ. നമുക്ക് വന്ന് ഒരു 35 കിലോമീറ്റർ ഇവിടുന്ന്. ഓക്കെ. ഊബർ പിക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു 20 മിനിറ്റ്സ് എയർപോർട്ട്. അത്രേ ഉള്ളൂ. ദേ ഒരു ലോറി പിടിച്ചു പോകുന്നു. ലോറി പിടിച്ചു പോകുന്നു. പിന്നല്ലാതെ അയ്യോ, ശരിക്കും ഒരു സമ്മിശ്ര ഇതാണ് കേട്ടാ. മിസ് മൊറോക്കോ അല്ലെങ്കിൽ ഹാപ്പി, അതായത് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എല്ലാം കൂടെ ചേർത്തൊരു സമ്മിശ്ര ഫീലാണ് ഇപ്പൊ നമുക്ക്. മിസ് ചെയ്യുന്ന നിങ്ങളൊക്കെ മിസ് ചെയ്യും. അതെ, എനിക്ക് മൊറോക്കോയെ മിസ് ചെയ്യാൻ തോന്നുന്നില്ല. അതെ, മൊറോക്കോ നമുക്ക് ഒരു ഡൾ ഫീല് തന്ന സ്ഥലമായതുകൊണ്ടേ ഇവിടെ ഇരുന്നോണ്ട്. അതിപ്പോ നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ? ഈ ഇരുന്നത് ഏത് രാജ്യത്തായാലും നമുക്ക് പോലീസുകാർക്കൊക്കെ ഹായ് ബായ് ഒക്കെ പറഞ്ഞാ പോകുന്നേ. എല്ലാം നിങ്ങളുടെ ആൾക്കാരല്ലേ? പോലീസുകാരൊക്കെ ഇപ്പൊ ഭയങ്കര റിലാക്സ്ഡ് ആയി. അതെ. നമ്മൾ ശരിക്കും ആദ്യം വരുന്ന സമയത്തൊക്കെ ഫുൾ ലോക്ക്ഡൌണിലേക്ക് മാറി കഴിഞ്ഞപ്പോഴത്തേക്കിനും പോലീസുകാരൊക്കെ ഫുൾ സ്ട്രിക്റ്റ് ആണ്, എങ്ങോട്ടും പോകാൻ വിടില്ല. ഇപ്പം എല്ലാം ഇവിടെ രാജ്യം ഓപ്പണായി വന്ന്, നമ്മുടെ അവിടെയൊക്കെ കുറച്ചും കൂടെ ഓപ്പണായി എന്ന് പറയാം. പക്ഷെ ഇപ്പോഴും നാട്ടിൽ കേസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കേസ് കൂടുന്നില്ല. ഇവിടെ ഇപ്പൊ എത്ര കേസ് ഉണ്ട്? 7500. ഇവിടെ ആക്റ്റീവ് കേസ് 1300 ആയിരുന്നു. അപ്പോൾ അത്രയും ആൾക്കാർ 4000 ആൾക്കാർ 6000 ആൾക്കാർ റിക്കവേർഡ് ആയി. 1300 ആക്റ്റീവ് ഉള്ളൂ. ഇന്നലെ 26 കേസസ് ആണ്. എന്തായാലും ദിനംപ്രതി പുതിയ കേസുകൾ വരുന്നത് വളരെയധികം കുറഞ്ഞു. ഏതാണ്ട് 10ഉം 15ഉം പോലും ദിനംപ്രതി കേസുകൾ വരുന്നില്ല. അവർ പറഞ്ഞ പോലെ ജൂൺ 10-ന് ലോക്ക്ഡൌൺ ഒഴിവാക്കും. ജൂൺ 10-ന് ഇവിടെ ലോക്ക്ഡൌൺ ഒഴിവാക്കി വീണ്ടും മൊറോക്കോ എന്തായാലും എന്തെങ്കിലും ഉണ്ടാവും. ചില കാര്യങ്ങളൊന്നും പേപ്പേഴ്സിൽ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. കാരണം കമ്പനിയിലെ ആൾക്ക് മാത്രമല്ലേ പേപ്പർ കിട്ടുള്ളൂ. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്ക് പുറത്തു പോകാനുള്ള പെർമിഷൻ കൊടുക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് നെക്സ്റ്റ് ടൈം വരുമ്പോ പോഷ ഒക്കെ റെഡിയാക്കി ഇടണം കേട്ടാ. പോഷ റെഡിയാക്കി ഇടണം. എന്നിട്ട് നമ്മള് യൂറോപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ യൂറോപ്പിലേക്ക് പോഷയില് കേട്ടാ. ഇതില് പോയാൽ പോഷയിലേക്ക് ഞാൻ ശരിയാവൂല, എണ്ണ അടിച്ച്. അയ്യോ, എന്തായാലും മൊറോക്കോയുടെ സൗന്ദര്യം ഇപ്പോൾ കൂടി വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. വീണ്ടും സ്കൈ ഒക്കെ നല്ല ബ്ലൂ കളറിൽ ഇന്ന് നല്ല ക്ലിയർ ആണ് സ്കൈ. എന്തായാലും സൂര്യൻ ഇവിടെ ഇങ്ങനെ അസ്തമിക്കാറായിട്ടില്ല. ഇവിടെ ഇപ്പോൾ സമയം ഇപ്പം 6 മണി ആയതേ ഉള്ളൂ. ഇവിടെ 8:30 ആകുമ്പോഴാണ്, 8:30-9 മണിയൊക്കെ ആകുമ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത്. 8:30-9 മണി വരെയൊക്കെ. അപ്പം വൈറ്റ് നൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ. ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ ഇവിടുത്തെ അംബാസഡർ, ഇന്ത്യൻ അംബാസഡർ ശംഭു എസ് കുമാരൻ, അദ്ദേഹം മലയാളിയാണ്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സിനിമാ സംവിധായകൻ KP കുമാരൻ്റെ മകനാണ്. അദ്ദേഹം നമുക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു, വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്നു. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി എന്നൊക്കെ അറിയാം. ഏതായാലും അവരും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ക്ഷമാപണമൊക്കെ നടത്തിയൊരു മെസ്സേജ് അയച്ചിരുന്നു. വളരെ സന്തോഷമായി. അദ്ദേഹം നേരിട്ട് തന്നെ പേഴ്സണൽ നമ്പറിൽ നിന്ന് അയച്ചത്. ഇനിയിപ്പോൾ നമുക്കൊരു ദുഃഖം ബാക്കിയുണ്ട്. അത് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ അൾജീരിയയിൽ 500ഓളം ഇന്ത്യക്കാർ ഇപ്പോഴും കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിൽ 100ഓളം മലയാളികളുണ്ടെന്നാണ് അറിയുന്നത്. നമ്മൾ അവരോട് കോൺടാക്റ്റിലുണ്ട്. അവർക്ക് ഇതുവരെയായിട്ടും ഒരു ഏറ്റവും പുതിയ വന്ദേ ഭാരത് മിഷനിലും അവരുടെ ആ രാജ്യം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു വിഷമം നമുക്കുണ്ട്. കാരണം അവർ നമ്മളോട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം മിനിസ്റ്റർ എടുത്തും മീഡിയയിലൊക്കെ അൾജീരിയയുടെ കാര്യം പറയുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ ഇതുവരെ അവർക്ക് ഒരു ഫ്ലൈറ്റ് അനുവദിച്ചിട്ടില്ല. പുതിയ
മിഷന്റെ ഭാഗമായിട്ടും ആ രാജ്യത്തിന്റെ പേര് മാത്രം കാണുന്നില്ല. ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 4-ാം തീയതി പോലും, അതായത് ജൂൺ 4-ാം തീയതി പോലും അവരുടെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്കും നാട്ടിൽ പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഏകദേശം 500ഓളം ഇന്ത്യക്കാർ 100ഓളം മലയാളികളും ഉള്ള ഒരു സ്ഥലമായിട്ട് പോലും അവിടേക്ക് ഫ്ലൈറ്റ് അയക്കാൻ സാധിക്കാത്ത എന്താണ് അതിനകത്ത് ടെക്നിക്കൽ ബുദ്ധിമുട്ടെന്ന് നമുക്കറിയില്ല. എന്നാലും അതൊക്കെ പെട്ടെന്ന് ക്ലിയർ ആവട്ടെ. അൾജീരിയയിലുള്ള ഇന്ത്യക്കാർക്കും എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് ശ്രീജിത്ത് ഞങ്ങളോടൊപ്പം നാട്ടിലേക്ക് വരുന്ന ഒരാളാണ്. മൊറോക്കോയിൽ വന്ന് ഞങ്ങളെപ്പോലെ തന്നെ പെട്ടുപോയ മറ്റൊരു മലയാളിയാണ്. ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ് ശ്രീജിത്ത്, അല്ലേ? നാട്ടിലെവിടെയാ? നാട്ടിൽ ആലുവ. അപ്പോൾ ഈ കാണുന്ന ജോട്ടൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് മടങ്ങുന്നു. ബാഗ് വെച്ചോളൂ, ഇപ്പോൾ അടഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ അവസാനം 3 മാസത്തിന് ശേഷം വിമാനത്തിൽ കയറാനായിട്ട് എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 മാസത്തിന് ശേഷം ഒരു വിമാനത്തിൽ കയറാൻ പോകുന്നു. എന്തായാലും തിരിച്ചു താട്ടിപ്പോകാനുള്ള സന്തോഷത്തിലാണ്. അപ്പം എന്താ, അവിടെ കുറേ വിമാനങ്ങൾ കിടക്കുന്ന കാണാൻ ദൂരെ. നമ്മുടെ വിമാനം എത്യോപ്യയിൽ നിന്ന് വന്നോ ആവോ അറിയത്തില്ല. എത്ര ദിവസം എക്സാക്ട്ലി? മറ്റന്നാളാണ് 90 ഡേയ്സ്. അതെ, മറ്റന്നാളാണ് 90 ഡേയ്സ്. അപ്പോൾ 88 നിങ്ങളെ ലക്കി നമ്പർ. അതെ. ടെർമിനൽ 2. യെസ്. ഇപ്പൊ ഇവിടെ സമയം 7:30. സൂര്യൻ ഇങ്ങനെ നിൽക്കുന്ന കണ്ടോ, 7:30 ആയിട്ടും. ഫൈനലി വി അറൈവ്ഡ് മുഹമ്മദ് ഫൈവ് ഇന്റർനാഷണൽ എയർപോർട്ട് ഇൻ കസബ്ലാങ്ക. അതാ നമ്മളുടെ മുന്നിൽ കാണുന്ന മുഹമ്മദ് ഫൈവ് ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് നമ്മൾ ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മൾ ടൗണിലേക്ക് പോയത്. ഇപ്പോഴാണ് നമ്മൾ ബൈ റോഡ് എയർപോർട്ടിലേക്ക് വരുന്നത്. ഫൈനലി നമ്മളിവിടെ എയർപോർട്ടിലെത്തി. ഇവിടെ ഇപ്പോൾ ഇന്ത്യക്കാർ മാത്രം നിൽക്കുന്ന ഒരു എയർപോർട്ടാണ്. ഇവരൊക്കെ നാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഇത് മലയാളി ചേട്ടനാണ്. എൻ്റെ പേരെന്താ? എവിടെയാണ് സ്ഥലം? പാലക്കാട്. ഓക്കെ. ഇത് വാട്ട്സ് യുവർ നെയിം? My name is Raj. Raj. I'm from Bihar. Bihar. I'm here for like a business trip for 2 months and then stuck. ഓക്കെ. അപ്പോൾ അദ്ദേഹം നമ്മളോട് സുജിത്ത് ആണോ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം മലയാളി സുഹൃത്തുക്കൾ പറഞ്ഞത്ര വന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്രയെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് വന്ന് സ്റ്റക്കായി പോയി ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമാണ് തോന്നുന്നു ടൂറിസ്റ്റുകളായിട്ട് വന്നതല്ലേ? ടൂറിസ്റ്റ് വിസയിൽ വന്നത്. ബാക്കി എല്ലാം ബിസിനസ്സിന് റെസിഡൻസ് ഒക്കെ ആയിരിക്കും അല്ലേ? ആണോ? പക്ഷെ നിങ്ങൾ ജോലിക്ക് വന്നതല്ലേ? അനധികൃതം. മുഖം കാണിക്കണ്ട. അപ്പോൾ എല്ലാവരും നേരത്തെ വന്ന് 3 മണിക്കും 4 മണിക്കൊക്കെ വന്നവരുണ്ട്. ഇപ്പോൾ സമയം 8 മണിയായെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എംബസിയുടെ ആൾക്കാരൊക്കെ വന്നിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഇപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കുമൊക്കെ സുപരിചിതനാണ് സുനീർ എന്ന ഈ നിൽക്കുന്ന മനുഷ്യൻ. കാരണം നമ്മുടെ വീഡിയോകളിലെല്ലാം ധാരാളം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങൾ ഒരിക്കലും ഒരു പരിചയമില്ലാത്ത ആളായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം, ലോക്ക്ഡൗൺ ആയ ശേഷം വളരെ അവിചാരിതമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ ഹെൽപ്പാണ് സുനീർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തോട് നന്ദിയൊന്നും പറഞ്ഞിട്ട് പോകുന്നില്ല. കാരണം നന്ദിയൊന്നും പറഞ്ഞാൽ നന്ദിക്കൊന്നും ഒരു അർത്ഥമില്ലെന്നുള്ളത് ഈ ഒരു അവസരത്തിലാണ് തോന്നുന്നത്. കാരണം ഏതായാലും ഒന്ന് കെട്ടിപ്പിടിക്കാം അല്ലേ? ഇല്ല, കരയുന്നു, ബൈജു കരയുന്നു. ബൈച്ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ അത് കരയിപ്പിച്ചായിരുന്നു. സാരമില്ല. അപ്പോൾ ഒന്നും പറയാനില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങളെല്ലാം കണ്ടാണ് ഇത്രയും ദിവസം നമ്മളെ ഇവിടെ സന്തോഷത്തോടു കൂടി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. ഇപ്പോൾ വരുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് ചോദിക്കുമായിരുന്നു നിങ്ങൾക്ക് മൊറോക്കോയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന്. ഞങ്ങൾ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികളോ വാക്കുകളോ സംസാരമോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതുവരെ ഒരു പ്രശ്നമില്ല. ഏതായാലും എനിക്കാ ലാഭം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എൻ്റെ പേരും ഏതായാലും എനിക്ക് ഇവരെ അറിയില്ലായിരുന്നു. ഇവിടെ വന്നവരെ പരിചയപ്പെട്ടത്. ഇപ്പം വെരി ഗുഡ് ഫ്രണ്ട്സ്. നാട്ടിൽ വന്നാൽ കാണാൻ. നെക്സ്റ്റ് അവരൊരു ട്രിപ്പും കൂടി അടിക്കുന്നുണ്ട്. അപ്പോൾ മീറ്റ് ചെയ്യാം. എനിവേ താങ്ക്സ് സുജിത്ത്. ഓക്കെ ബൈജു, ടേക്ക് കെയർ. We'll see you again.
അപ്പോൾ നമുക്കിനി ബാഗ് എടുത്തിട്ട് മലയാളി പറഞ്ഞു വിട്ടേക്കാം അല്ലേ? കാരണം പുള്ളിക്ക് ഇനി ഇപ്പോൾ പോകണം. ഇവിടെ ഇപ്പോൾ 8:30 ആവുന്നു. നേരെ ഇട്ടിട്ടില്ലെങ്കിലും 8:30 ആവുന്നു. അദ്ദേഹത്തിന് വീട്ടിൽ പോകണം. വേറെ നമുക്ക് ഭക്ഷണം വരെ ഇന്ന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം വരെ നമ്മുടെ മുബീന സഹോദരി ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുണ്ട്. മുബീനെ വീഡിയോയിൽ കാണിച്ചില്ല എന്ന് പറഞ്ഞ് പലർക്കും പരാതി ഉണ്ടായിരുന്നു. ഷീ ഈസ് വെരി ഷൈ. അതുകൊണ്ടാണ് നമ്മൾ മുബീനെ വീഡിയോയിൽ കാണിക്കാതിരുന്നത്. എന്തായാലും എന്താ പറയുക, ആരോട് ഈ പറഞ്ഞ ആൾക്കാരോടുള്ള എല്ലാവരോടുമുള്ള ആ ഒരു നന്ദി എപ്പോഴും ജീവിതത്തിൽ മനസ്സിലുണ്ടാവും. അപ്പം ഇനി ബാഗെല്ലാം എടുത്ത് ഉള്ളിലേക്ക് പോകണം. എംബസിയിലെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ നിന്ന് ഡൽഹിയിലേക്കുള്ള നമ്മളുടെ യാത്ര നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.